എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ ഏത് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യണം. കാരണം എനിക്ക് വേണ്ടാത്തൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. കാരണം ഈ എടുത്ത് വെച്ച വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നതിലുള്ള ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇടാറുള്ളൂ. ഇതും അതുപോലെ തന്നെ കുറച്ച് മുന്നത്തെ വീഡിയോസ് ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളും പരിപാടികളൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, എന്തായാലും നമുക്കിത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റൂല. എവിടേക്കാണ് പോകണമെന്നുള്ളത് ചോദിച്ചാൽ ഞാനും സച്ചും ഫാദിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കടയിലെത്തി. കുഞ്ഞാക്കാണ് കേട്ടോ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതായത് ഒരു ഫ്രണ്ട്സ് മീറ്റപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് എപ്പോൾ എടുത്തതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോമ്പിൻ്റെ ടൈമിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ ഞങ്ങൾ ജിമ്മേറ്റ്സ് ആണ് കേട്ടോ. ജിമ്മിൽ വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയതാണ് കേട്ടോ. അപ്പോൾ ഒരാളും കൂടെ വരാനുണ്ട്, അത് ഇതാ വരുന്നുള്ളൂ കേട്ടോ. ലേറ്റ് ആയിക്കാണ്. നോമ്പിൻ്റെ ടൈമിലൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നോമ്പ് തുറന്നിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം അവർ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അന്നപ്പോൾ തന്നെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിൽ പോകാറുള്ളൂ. കാരണം ഒരു ദിവസം പോയാൽ ഒരു ദിവസം വരില്ല, ഒരാളുണ്ടെങ്കിൽ മറ്റേ ആളുണ്ടാവില്ല, ആ ഒരു ലെവലാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ എല്ലാവരും തടി കുറക്കാനാണ് പോകുന്നതെങ്കിലും തടി കൂടാറാണ് പതിവ് കേട്ടോ. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തടി വെക്കും. കാരണം നമ്മൾ ഫുഡ് കൺട്രോൾ ഉണ്ടാവില്ല. കാരണം നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതുപോലെ നമുക്ക് ഫുഡ് കൺട്രോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ തടി കൂടാന്നല്ലാതെ കുറയാറില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും കുറയും കേട്ടോ. ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ അതാ ഞാൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തെന്നി പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ബാങ്കൊക്കെ ഏകദേശം കൊടുക്കാനായ ടൈമിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇതാ വരാനുള്ള ഒരാളും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ കാരക്കൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നു. എത്ര നോമ്പും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലായിട്ട് കണ്ടാലും നോമ്പൊക്കെ ഇങ്ങോട്ട് മറക്കും. കാരണം അത്രയും സന്തോഷമാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ. അതായത് ഈ ഒരു ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ ഭയങ്കര കുടുംബമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിലക്കല സംസാരം അത് നമുക്ക് ഫറലാണ് കേട്ടോ. ആകെ നമ്മൾ കൂടുന്നത് തന്നെ അതിനാണല്ലോ. പിന്നെ അധികം ആൾക്കാർക്കും നമ്മൾ ജിമ്മിൽ പോകുന്നത് ആണുങ്ങളുണ്ടാവും, മറ്റവരുണ്ടാവും, മറിച്ചവരുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ലേഡീസിനായിട്ട് പ്രത്യേക ടൈമും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിലേ പോവുള്ളൂ. പിന്നെ എല്ലാവരും ഇതുപോലെ വയറും ഊരിയും എല്ലാ ആൾക്കാർ തന്നെയാണ് ഇത് കുറക്കാൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയാലും മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല തടിയാണെന്ന്. പക്ഷേ അവിടെ ചെന്നാലും നമുക്ക് നമ്മളെ തടി ഒന്നും ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എക്സസൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാൻ തുടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയപ്പോൾ എനിക്ക് നല്ല ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അസുഖവും കാര്യങ്ങളും, വീട്ടിലിപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉഷാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട്, മേലുവേദന, കാലുവേദന, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരസുഖം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ ചെറുതായിട്ടൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഒരാഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളവിടെ പോയി എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു ഉഷാറാണ്. പിന്നെ നമുക്ക് എന്ത് പണി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. ഞാനൊക്കെ പണിയെടുക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ മടിച്ചാണ്. അതായത് എനിക്ക് അടുക്കള പണി അത്ര ഇഷ്ടമല്ല, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ ചില ദിവസങ്ങളിലൊക്കെ. പക്ഷേ ഇതിന് നമ്മൾ പോകണമെങ്കിൽ ഒരു മടിയില്ല. കാരണം ഒന്നാമത് നമ്മൾ രാവിലെ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കും. പോയി വന്നാൽ നമുക്ക് മേലുവേദനിച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പണി അങ്ങനെ ഒരുക്കും. പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതാ നോമ്പ് തുറക്കലും കുറേ സംസാരം. നോമ്പ് തുറക്കലും ഫുഡ് കഴിക്കുന്നതിൽ ഏറെ നമ്മൾ സംസാരമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ മുകളിലോട്ട് നിസ്കാരത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒരു സെറ്റി സോഫ ഉണ്ടായിരുന്നു കേട്ടോ. സോഫ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിലിരുന്നിട്ട് കുറേ നേരം വീഡിയോസ് റീൽസൊക്കെ എടുക്കലും സംസാരിക്കലും കുറേ കഥ പറച്ചിലും നുണ പറച്ചിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഒരേ വൈബിളുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനും സംസാരിക്കാനും ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഏകദേശം ഒരേ ടൈപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാരാകൊണ്ടാണ് അതങ്ങനെ. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിങ്ങനെ എവിടെക്കെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ പറയും ഇവൾക്ക് എപ്പോഴും പോകാൻ പറ്റും, ഇവളെപ്പോഴും പോകും, ഒക്കെ ഭയങ്കര ഭാഗ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും വിചാരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ ആ ആലോചിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മളെ ഹസ്ബൻഡിനോടും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടും നമ്മളെ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സമ്മതം കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ പോകാനും ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ എവിടെ ചെന്നാലും നമുക്ക് ഫ്രണ്ട്സ് കിട്ടും. ആ ഒരു വൈബിൽ നമ്മൾ നിന്നാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതുപോലെ കൂടാനുള്ള സാഹചര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു തടയിടൊന്നുമില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് കൂടല്ലേ എന്നുള്ളേക്ക് പിന്നെ നമ്മൾ കുട്ടികളെയും മക്കളെയും കൊണ്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും എല്ലായിടത്തേക്കും പോകാനും ഇതിനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ മറക്കട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴോട്ട് വന്നു. അപ്പോഴേക്ക് ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മന്തി, ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷനും പേടിയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ബില്ലൊക്കെ വന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ജീരക മിഠായി
ഫ്രൈ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഴിക്കുമല്ലോ ആ ഒരു സംഭവമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി വലിയൊരു ടേസ്റ്റ് ഗൂഗിൾ പേ വർക്കാവില്ല. എന്തായാലും പിന്നെ ഞങ്ങളത് വർക്കാക്കി. അങ്ങനെ എല്ലാവരും പോകാനുള്ള ടെൻഷനിൽ തത്രപ്പാടിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി ഓരോരുത്തർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ടീച്ചറെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. GHS അങ്ങനെ ഏതൊരു സ്കൂളത്തെ ഒരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ പറയാം ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്, വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് ക്യാഷ് കൊടുത്താലെന്നാൽ നമുക്ക് പടിയൊന്നും എടുക്കണ്ടല്ലോ, ഇതുപോലെ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ, നല്ല രസമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. ആ ഒരു ടീച്ചറെ ഞങ്ങൾക്കും പറ്റി, കാരണം ഞങ്ങൾ അതേ വൈബിലുള്ള ഒരു ടീച്ചറാണല്ലോ. അപ്പോൾ എന്തായാലും അവരോടൊക്കെ കുറച്ചൊരു സംസാരിച്ചിരുന്നു. ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ കടയിലോട്ടാണ് വന്നത്. മറ്റുള്ളവരൊക്കെ പോയിട്ടോ. അങ്ങനെ അവിടെ വന്ന് പിന്നെ ഞങ്ങൾ സച്ചുവിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവനക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറി ചെരുപ്പൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ മിറർ കണ്ടാൽ ചെറുതായിട്ടൊരു പ്രാന്തുള്ളൊരു ഞാനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിറർ കണ്ടാൽ അതിന് മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യും. അങ്ങനെ കുറേ ആൾക്ക് ഉണ്ടാവും ആ ഒരു സ്വഭാവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കുക കഴിക്കുകയൊക്കെ വേണം. അതായത് വയറ് നിറച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കുഞ്ഞാക്കാൻ്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം ഉപ്പിലിട്ട മാങ്ങ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ കുൽക്കി സർവത്തോ സർവത്തോ മാംഗോ എന്തൊക്കെയോ കുടിക്കാനാണ് പിന്നെ നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. എന്താ കഴിച്ചതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, കാരണം അത് കുറേ മുന്നത്തെ വീഡിയോ അല്ലേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ദൈ വരുന്ന സംഭവമാണ് ഞാൻ കുടിച്ചത്. സച്ചും കുടിച്ചു, ഫാദ്യം കുടിച്ചു, കുഞ്ഞാക്കിയും കുടിച്ചു. അവിടെ അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞൊരു സംഭവം, കണ്ണ് നിറഞ്ഞൊരു കാഴ്ച എന്നൊക്കെ പറയില്ലേ, നമുക്കിങ്ങനെ മനസ്സിക്ക് സന്തോഷമാണ് ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ലോറി നിറച്ച് വിറക് കേട്ടോ. കാരണം ഈ ഒരു ഗ്യാസ് കിട്ടാത്ത ടൈമിലൊക്കെ നമുക്ക് വിറക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ചിലർ പറയും വിറക് കണ്ടിട്ടാണോ നിനക്ക് സന്തോഷം ചോദിക്കും. ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താട്ടി ഒരു മന്തിയും കൂടെ പാർസൽ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടോ, കാരണം കുഞ്ഞാക്കാക്ക് കഴിക്കണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപ്ത ഹോ ഗൈ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.